കേട്ടോ. ഈ ദൃശ്യങ്ങളൊക്കെ ആലപ്പുഴയിൽ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സജിത്താണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇത് ഉഷാറായില്ലേ? ഇപ്പൊ താങ്കൾക്ക് കുട്ടനാട്ടിൽ കുറച്ചുകൂടി വിലയൊക്കെ ഉയർന്നു എന്ന് കേട്ടു. നമ്മൾ കുട്ടനാടിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവർ നമ്മളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. എന്തോന്ന് പറയാൻ ഈ കരയുടെ ഒരു ആവേശം, അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് അവര് സാറിനൊരു സ്വീകരണം, നമ്മളാണല്ലോ ഈ അത് റിപ്പോർട്ടറിന് വേണ്ടി, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി നമ്മൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. എന്താ അങ്ങയുടെ പേര്? എന്റെ പേര് അഭിലാഷ് അശോകൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ എക്സിക്യൂട്ടീവ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ടിവിക്ക് വേണ്ടി, റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മൾ ഈ നെഹ്റു ട്രോഫിക്ക് വേണ്ടി നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്ക്, പ്രേക്ഷകർ നടത്തിയ ശ്രമങ്ങൾക്ക് ഒപ്പം സർക്കാരിന് വേണ്ടി നമ്മൾ ആ സ്വീകരണം പള്ളാത്തുരുത്തിയിൽ ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് കുട്ടനാടിന്റെ സ്നേഹമായി നമ്മൾ കഴുത്തിലണിയുന്നു. നമുക്കിനി നേരെ ഇടിച്ചുള്ളൊരു പാട്ട് കേട്ടാലോ? എന്താണ് നമ്മുടെ സംഘടനയുടെ പേര്? കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ പാട്ടോടുകൂടി കുട്ടനാട് കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം കുട്ടനാട് ആലപ്പുഴ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇടിച്ചുള്ള പാട്ട്. ഈ ഇടി ഇതിൽ മാത്രമേ ഇടിക്കത്തുള്ളൂ? വീട്ടിൽ ഇടി ഉണ്ടോ? ഇല്ല. വീട്ടിൽ ഇടിയൊന്നും ഇല്ല. സൗഹൃദമാണ് എല്ലാവരും. ഹെൽപ്പാണ് എല്ലാവരും. അപ്പോ നെഹ്റു ട്രോഫിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര യാത്ര നമ്മൾ തുടരുന്നു. നമ്മളിപ്പോൾ കന്നിട്ട ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. കന്നിട്ട ബോട്ട് ജെട്ടിയിൽ പള്ളാത്തുരുത്തിയുടെ ഹൃദയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി അങ്ങോട്ട് ഇടിച്ചൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഇടിച്ചു കുത്തി പാടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ വടി ഇടിച്ചുള്ള പാട്ട് കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. നമുക്ക് തുടങ്ങാം. ആരാ ഇടിക്കുന്നത്? ഇത് ഇടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരലിൽ ഈ അരി ഇടിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പോഴും ഈ ഒരലൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവിടെ കുട്ടനാട്ടിൽ ഒരലുണ്ടോ? ഒരല് ചേച്ചി? ആണല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടോളൂ. വഞ്ചിപ്പാട്ട് സംഘം വള്ളത്തിൽ ആവേശത്തിൽ തുഴയെറിയുമ്പോൾ കരയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾ ഈ പലപ്പോഴും ഇടിച്ചു പാടുന്ന പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. വിളംബര യാത്രയുടെ ഭാഗമായിട്ടുള്ള ഇടിച്ചുകുത്തിയുള്ള പാട്ട്. വന്നാട്ടെ കലാക്ഷേത്രയിലെ കലാകാരികൾ എല്ലാവരും വന്നാട്ടെ. ഓക്കെ, എല്ലാവരുടെയും പേരൊക്കെ ചോദിക്കണമെന്നുണ്ട്, നമുക്ക് പിന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് പാട്ട് പാടി തുടങ്ങിയാലോ? ഇത്തവണ പള്ളാത്തുരുത്തി ജയിക്കുമോ? ഉറപ്പാണ്. ചേച്ചിന് പള്ളാത്തുരുത്തി അല്ലല്ലോ. ഞങ്ങള് കുട്ടനാട്ടുകാരല്ലേ? അപ്പൊ കൈനകരിക്കാര് നാടെവിടെയാ? കുട്ടനാട്ടിൽ എവിടെയാ? ഏത് കരയില്ല? അപ്പൊ രാമങ്കരി ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. രാമങ്കരി പള്ളാത്തുരുത്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പൊ പള്ളാത്തുരുത്തിക്ക് പിന്തുണ രാമങ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ പാട്ട്. റെഡി? തുടങ്ങാം. കുട്ടനാടിന്റെ വിവിധ മേഖലയിലുള്ളവരാണ് ഈ വഞ്ചിപ്പാട്ട് സംഘത്തിലുള്ളത്. UBC കൈനകരി ജയിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? UBC കൈനകരിക്കാർ പോലും പള്ളാത്തുരുത്തി ജയിക്കുമെന്നാണോ പറയുന്നത്? ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൈനകരി നല്ല ഗംഭീര പെർഫോമൻസ് ആണ് ഇത്തവണ യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനകരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം. ചേച്ചി റെഡി? അപ്പം ആരും ജയിക്കാം. അതിനകത്ത് നമ്മള് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും കേട്ടോ ഇത്തവണ. UBC കൈനകരിയും പള്ളാത്തുരുത്തിയും ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും അങ്ങനെ നീറ്റിലിറങ്ങുമ്പോൾ ആവേശം അഗ്നിസ്ഫുലിംഗങ്ങളാകും പുന്നമടക്കായലിൽ. അപ്പൊ തുടങ്ങാൻ ചേച്ചി റെഡിയല്ലേ? റെഡി? 1 2 3. കൈയൊക്കെ കൊടുക്കുന്നു. സാഹസികമായ എന്തോ പരിപാടിയാണ്. തുടങ്ങാം. റെഡി? ഓക്കെ. ശരി, റെഡി? ഓക്കെ, റെഡി?
സൂപ്പർ 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 ഗംഭീരമായി ഗംഭീരമായി ആ ഹേയ്. ആ. യും. ആ. ഞാൻ ആലോചിച്ചെന്താ അറിയോ ചേച്ചി ഞാൻ ആലോചിച്ചതേ ഈ പാട്ടിന്റെ ഇടയില് ഈ ഇടിക്കുന്നതിനിടയില് ഒരു 100 കിലോ അരി ഇവിടെ കൊണ്ടിട്ടിരുന്നെങ്കിൽ ഇപ്പൊ പൊടിഞ്ഞു വന്നേനെ അല്ലേ? ആവേശകരമായ പാട്ടായിരുന്നു. ഗംഭീരം ചേച്ചി, തകർത്തു. അപ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾ തിരുവനന്തപുരത്തിരുന്നോ കോഴിക്കോടിരുന്നോ വഞ്ചിപ്പാട്ട് പഠിക്കരുത്. പഠിക്കുന്നെങ്കിൽ കുട്ടനാട്ടിൽ വന്ന് പഠിക്കണം. അപ്പോൾ ഇതാണ് ആത്മാർത്ഥമായ സ്നേഹമുള്ളൊരു നാട്ടുകാർ ഈ നെഹ്റു ട്രോഫിയെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നെഹ്റു ട്രോഫിയുടെ ആ തീപിടിപ്പിക്കുന്ന പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാത്തിരിക്കല്ലേ? റെഡിയല്ലേ? വേദിയിലൊക്കെ ഗംഭീരമാണ്. നിങ്ങളെ പാട്ട് പഠിപ്പിക്കും? കുട്ടനാട്ടിൽ ചെയ്യുന്ന ആൾക്കാർ പഠിപ്പിക്കും. എല്ലാ സ്കൂളിലും എല്ലാ ജില്ലയിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കാറുണ്ട്. ആ തലമുറയും ആ പാട്ടും ഒക്കെ അന്യം നിൽക്കരുത്. തീർച്ചയായിട്ടും ഇവരെ പോലുള്ളവരുടെ അനുഭവ പരിചയവും പാട്ടിന്റെ താളവും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പൊ താങ്ക് യു ചേച്ചി. അപ്പൊ ഗംഭീരമായി. പൈതൃക കലയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി സന്തോഷം. രാവിലെ കാപ്പി കുടിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ കുടിച്ചില്ല. ഞങ്ങൾ വന്ന ഉടനെ ഇങ്ങോട്ട് ഓടി പോരുമല്ലോ. ഇങ്ങോട്ട് ഓടി പോരും. ആ ഓക്കെ.